കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വിത്ത് ഷെറിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാവയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ബേസിക് എക്സാമ്പിൾ നോക്കിയായിരുന്നു. അതിൽ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ജാവയുടെ ക്ലാസ് എഴുതിയിരിക്കുന്ന പേര്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ജാവ ക്ലാസ്സിൻ്റെ പേര് example1 എന്നാണ്. ഇതിൻ്റെ ഫയൽ നെയിം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതനുസരിച്ച് ആ ക്ലാസ്സിൻ്റെ പേര് .java എന്ന രീതിയിൽ കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുമോ അല്ലെങ്കിൽ വർക്ക് ചെയ്യിക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചായിരുന്നു. അതൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ടാണെന്നുള്ള മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ, കമ്പൽസറി ആണെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ബൈറ്റ് കോഡ് അത് ഡിലീറ്റ് ഒന്നും ചെയ്ത് കളയാണ്. അപ്പോൾ ഇവിടെ example1 .java എന്നുള്ള പേരിൽ ഓൾറെഡി ഫയലുണ്ട്. നമുക്ക് ഈ ക്ലാസ്സിൻ്റെ പേരൊന്ന് മാറ്റാം. ക്ലാസ്സിൻ്റെ പേര് എക്സാമ്പിൾ എന്നാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ പേരും ഫയലിൻ്റെ നെയിം തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി പഴയതുപോലെ തന്നെ കമാൻഡ് പ്രോംപ്റ്റ് അടിക്കുകയാണ്. കമാൻഡ് പ്രോംപ്റ്റിൽ ആദ്യമായിട്ട് നമുക്കിതിനെ ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കുക. അപ്പോൾ കമ്പൈൽ ചെയ്യാനായിട്ട് നമ്മളുടെ ഫയൽ നെയിം പറഞ്ഞിരിക്കുന്നത് example1.java എന്നുള്ളതാണ്. സോ ജാവ സി example1.java എന്നുള്ളത് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇവിടെ എററൊന്നും കാണിക്കുന്നില്ല. അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസിൻ്റെ പേരിൽ മാത്രം ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അതായത് എററൊന്നും കാണിക്കുന്നില്ല, സക്സസ്ഫുള്ളി കമ്പൈൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിൻ്റെ പേര് കൊടുത്ത് റൺ ചെയ്താൽ മതി. ഇപ്പോൾ .class എന്നുള്ളത് എക്സ്റ്റൻഷൻ കൊടുക്കരുത്, ജാവ സ്പേസ് എക്സാമ്പിൾ എന്നുള്ളത് കൊടുത്താൽ മതിയാകും. എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫയൽ നെയിമും ക്ലാസ് നെയിമും സെയിം ആകണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ഒന്നിലധികം ക്ലാസ്സസ് സെയിം ഫയലിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. ഈ ക്ലാസ് ടെസ്റ്റിനകത്തായിട്ട് തൽക്കാലം പ്രത്യേകിച്ച് വേറെ ഒന്നും എഴുതുന്നില്ല, empty ആയിട്ട് തന്നെ ഇടുകയാണ്. ഇതിനൊന്ന് നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ example1.java ഉണ്ട്. ഇതിൻ്റെ ബൈറ്റ് കോഡ് ഞാൻ വീണ്ടും ഒന്ന് റിമൂവ് ചെയ്ത് കളയാണ്, ഡിലീറ്റ് ചെയ്ത് കളയാണ്. വീണ്ടും കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 2 ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റൺ ചെയ്യേണ്ട ഏതിലാണ്? മെയിനുള്ള ക്ലാസ് ഏതാണോ ആ ഒരു ക്ലാസ്സിലാണ് റൺ ചെയ്യേണ്ടത്. കാരണം മെയിൻ എന്നുള്ള മെത്തേഡാണ് നമ്മളുടെ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് ജാവ എക്സാമ്പിൾ എന്ന് കൊടുത്താൽ എക്സാമ്പിൾ ക്ലാസ്സിൻ്റെ അകത്ത് മെയിൻ ഉള്ളത് കൊണ്ട് അത് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഞാനിപ്പോൾ കൊടുക്കുന്നത് ജാവ ടെസ്റ്റ് ആണെങ്കിൽ, ജാവ ടെസ്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ എന്നുള്ള മെത്തേഡ് ഇല്ല. അതുകൊണ്ട് തന്നെ മെയിൻ എന്നുള്ള മെത്തേഡ് മിസ്സിംഗ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അവിടെ അത് സിൻടാക്സ് പ്രകാരം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് ആർഗ്യുമെൻ്റ് ആയിട്ടുള്ളത്. സോ അതില്ലാത്തത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഫയലിലുള്ള 2 ക്ലാസ്സിലും മെയിൻ മെത്തേഡ് എഴുതാം, അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിലെ എക്സാമ്പിൾ ക്ലാസ്സിലെ മെയിൻ മെത്തേഡ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിലെഴുതി. ഇതിലെന്തെങ്കിലും ഒരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാം. ആയത്തിൽ വെൽക്കം ടു ജാവ ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തതിലായി ടെസ്റ്റിലായിട്ട് ഹലോ ഹൗ ആർ യു എന്ന് കൊടുക്കുകയാണ്. ഹലോ ഹൗ ആർ യു. അതിനുശേഷം സേവ് ചെയ്യാണ്. വീണ്ടും നമുക്കൊന്ന് കമ്പൈൽ ചെയ്യാം. പ്രോഗ്രാം കമ്പൈൽ ചെയ്തു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എററൊന്നും കാണിക്കുന്നില്ല, സക്സസ്ഫുള്ളി കമ്പൈൽ ചെയ്തു. ഇനി റൺ ചെയ്യുന്ന സമയത്ത് 2 ക്ലാസ്സിലും മെയിൻ മെത്തേഡ് ഉള്ളത് കൊണ്ട് തന്നെ 2 ക്ലാസ് നമുക്ക് റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ജാവ സ്പേസ് എക്സാമ്പിൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാവ ടെസ്റ്റ് എന്നുള്ളതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനകത്ത് എഴുതിയിരുന്നത് ഹലോ ഹൗ ആർ യു ആണ്. അപ്പോൾ ആ ഒരു രീതിയും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എഡിറ്റർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. കാരണം വലിയ പ്രോഗ്രാം എഴുതുമ്പോൾ
കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതാനായിട്ടും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും നോട്ട് പാഡിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എഡിറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും. നോട്ട് പാഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാം ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. ഇനി പ്രോഗ്രാം കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു എഡിറ്റർ യൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന് തന്നെ വിഷ്വൽ കോഡ് എന്നുള്ള എഡിറ്ററാണ്. വിഷ്വൽ കോഡ് എഡിറ്റർ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും എക്സ്റ്റൻഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ആദ്യം നമുക്ക് വിഷ്വൽ കോഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ബ്രൗസർ ഓപ്പൺ ചെയ്തു. ഇവിടെ വിഷ്വൽ കോഡ് ഡൗൺലോഡ് എന്ന് കൊടുക്കുകയാണ്. നമുക്കിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ കാണാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിൽ തന്നെ വിൻഡോസ് വേർഷൻ കാണുന്നുണ്ട്, യൂസർ ഇൻസ്റ്റാളർ, സിസ്റ്റം ഇൻസ്റ്റാളർ, അങ്ങനെ പല രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിസ്റ്റം ഇൻസ്റ്റാളറാണ്. യൂസർ ഇൻസ്റ്റാളർ എന്ന് പറയുമ്പോൾ കറണ്ട് യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടിങ്ങിനായിട്ടുള്ള ഇതായിരിക്കും ഉള്ളത്, കണ്ടന്റ് ആയിരിക്കും അതിനുള്ളത്. സിസ്റ്റം ഇൻസ്റ്റാളർ എന്ന് പറയുമ്പോൾ സെയിം സിസ്റ്റത്തിൽ തന്നെ ഏത് യൂസർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കോൺഫിഗറേഷനും അതിനകത്ത് ഉണ്ടാവും. സോ സിസ്റ്റം ഇൻസ്റ്റാളർ എടുത്തു. ഇതിൽ തന്നെ 64 ബിറ്റ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം പഴയ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32 ബിറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 86ലേക്ക് പോകാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൽ പ്രൊസസ്സർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ARM 64ലേക്ക് പോകാം. ഞാനിവിടെ X64 എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ EXE ഫയൽ എടുക്കാം ഡൗൺലോഡ്സിലായിട്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിഫോൾട്ട് പാത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഫോൾട്ട് പാത്ത് പ്രിഫർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഞാനിവിടെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോൾഡറിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള പാത്തിലേക്ക് പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാത്ത് ജനറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ബൈ ഡിഫോൾട്ട് ഓപ്ഷനിലേക്ക് പോകാം. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് വിൻഡോ എക്സ്പ്ലോററിലും കോണ്ടെക്സ്റ്റ് മെനുവിലൊക്കെ നിങ്ങൾക്ക് വിഷ്വൽ കോഡിൻ്റെ ഷോർട്ട് കട്ട് വേണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത് കൊടുക്കുകയാണ്. കോണ്ടെക്സ്റ്റ് മെനുക്ക് ആവശ്യമുണ്ട്, ഡയറക്ടറി മെനു ആവശ്യമുണ്ട്. അതെന്താണെന്നുള്ളത് പിന്നീട് കാണിച്ചു തരാം. ഇവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് വേണമെങ്കിൽ തന്നെ ചെയ്യാം. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മെനുവിൻ്റെ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷോ മോർ ഓപ്ഷൻസ് കാണിക്കുന്നത് വിൻഡോസ് 11 ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഓപ്ഷൻസ് എല്ലാം കാണിക്കുന്നതാണ്. ഇതിനകത്തായിട്ട് ഓപ്പൺ വിത്ത് കോഡ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഓപ്പൺ വിത്ത് കോഡ് കിട്ടാൻ റീസൺ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മെനു ടിക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. ഇതിപ്പോൾ കറണ്ട് ഫോൾഡറിൽ ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും, എല്ലാ എക്സാമ്പിൾസും. ഇപ്പോൾ ഇവിടെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ആ ഒരു ഫോൾഡറിനെ ട്രസ്റ്റ് ചെയ്ത് ആ ഒരു വെൽക്കം പേജ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജാവ ഫയൽ കാണാം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കോഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. ഇവിടെ നമുക്ക് ജാവയുടെ എക്സ്റ്റൻഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇനി അറിയാതെ ഇത് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻസ് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജാവയുടെ സിൻറ്റാക്സ് കാണിക്കാനായിട്ടും ഇതിനെ കറക്റ്റായിട്ട് ഭംഗിയായിട്ട് അലൈൻ ചെയ്യാനുള്ള സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ആണ്. കൺട്രോളും ന്യൂമറിക്കൽ കീ പാടേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സൂം ചെയ്യാവുന്നതാണ്. കോഡൊന്ന് ഞാൻ സൂം ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു നോർമൽ എഡിറ്ററാണ് വന്നിരിക്കുന്നത്. ജാവ അല്ലെങ്കിൽ JDK സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബാക്കിയുള്ള എക്സ്റ്റൻഷൻസ് നമുക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ജാവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ സെർച്ച് ബോക്സിലായിട്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്നുണ്ട് എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ടിംഗ് പാക്കുകളിലൂടെ ഇത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യാണ്.
ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ എക്സ്റ്റൻഷൻ്റെ അകത്തായിട്ട് 6 എക്സ്റ്റൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ആ 6 എക്സ്റ്റൻഷനും ഒരുമിച്ച് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. ഇതിൽ ഈ 6 എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ സമയമെടുക്കാം. ഇവിടെ എക്സ്റ്റൻഷൻ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് JDK ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റൺ ടൈം എൻവയോൺമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് JDK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി JDK ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പാത്ത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം java.configuration.runtimes. ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് കോൺഫിഗർ ചെയ്യാനായിട്ട് നിങ്ങൾ Ctrl+Shift+P ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ ഒരു കമാൻഡ് പെല്ലറ്റ് കിട്ടും. ഇതിൽ സെറ്റിങ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഡിഫോൾട്ട് സെറ്റിങ്സ് റീഡ് ഓൺലി ആണ്, അതുകൊണ്ട് യൂസർ സെറ്റിങ്സ് എടുക്കുകയാണ്. സെറ്റിങ്സ് JSON ഫയലാണ് എടുക്കേണ്ടത്. ഇവിടെ JSON സെറ്റിങ്സിൽ യൂസർ സെറ്റിങ്സ് കാണിക്കുന്നുണ്ട് ആൻഡ് ഡിഫോൾട്ട് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. ഡിഫോൾട്ട് സെറ്റിങ്സ് റീഡ് ഓൺലി ആയിരിക്കും, അതുകൊണ്ട് യൂസർ സെറ്റിങ്സ് എടുക്കുകയാണ്. ഇതിൽ നമുക്ക് ജാവയുടെ റൺ ടൈം എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു കോം എഴുതുക, ഡബിൾ കോഡ്സ് എഴുതുക. ഇവിടെ നമ്മളുടെ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റിനെ സെർച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് തന്നെ കാണാൻ പറ്റും java.configuration.runtimes. ഇപ്പോൾ ഞാനിവിടെ java.ആണെന്ന് എഴുതിയപ്പോൾ അത് സജഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ JDK സ്പെസിഫൈ ആവുന്നതാണ്. JSON നൊട്ടേഷനിലാണ് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നെയിം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഏത് വേർഷനാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാവ 17 വേർഷനാണ്. അപ്പോൾ 17 വേർഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. കോമ, ഇതിൻ്റെ പാത്ത് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാത്ത് ഒന്ന് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വിൻഡോസ് ഫോൾഡർ ഓപ്പൺ ചെയ്തു, എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തു. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് JDKയിൽ 17 എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ്. ബൈ ഡിഫോൾട്ട് ഇത് പ്രോഗ്രാം ഫയൽസിൽ ജാവയിൽ JDK 17 എന്നുള്ള ഫോൾഡറിലായിരിക്കും. സോ ഈ പാത്ത് ഞാനൊന്ന് കോപ്പി ഇതിൽ പേസ്റ്റ് ചെയ്യുകയാണ് ഇതിലേക്ക്. ഇവിടെ നമുക്ക് ബാക്ക്വേർഡ് / എസ്കേപ്പ് സീക്വൻസ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാക്ക്വേർഡ് / കൂടി പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ റൺ ടൈം എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി നോക്കാം. വിഷ്വൽ സ്റ്റുഡിയോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ കോൺഫിഗറേഷൻ അത് റീബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു എറർ മെസ്സേജ് നമുക്ക് മാറിക്കിട്ടി. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജാവ 17 എന്നുള്ളത് ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പ്രിൻറ്റിൻ്റെ ബ്രാക്കറ്റിലായിട്ട് വെൽക്കം ടു ജാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ S:(X) എന്നുള്ള റീഡ് ഓൺലി ആയിട്ട് ചില സജഷൻസ് വരുന്നുണ്ട്. ഇത് പാരാമീറ്ററിൻ്റെ ഹിൻ്റാണ്. സോ ഈ പാരാമീറ്റർ ഹിൻ്റ് നമുക്ക് ഒരു അഭംഗിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ നമുക്ക് ഒരു പ്രോബ്ലമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നേരത്തെ എടുത്തതുപോലെ തന്നെ Ctrl+Shift+P എടുത്തിട്ട് ഓപ്പൺ യൂസർ സെറ്റിങ്സ് എടുക്കുക JSONൻ്റെ. ദെൻ ഇവിടെ കോൺഫിഗറേഷൻ റൺ ടൈംസിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ സ്പേസ് കൊടുക്കുക. ഇവിടെ ഞാൻ java.param എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ജാവ ഇൻലേ ഹിൻസ് എനേബിൾഡ് എന്നുള്ളത്. സോ ഇതെടുത്തിട്ട് നൺ എന്ന രീതിയിൽ കൊടുക്കുകയാണ്. ഒന്ന് സേവ് ചെയ്തു തിരിച്ചുവിടെ നോക്കാം. ഇവിടെ സജഷൻസ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ ഉപയോഗിച്ചിട്ടത് ഡിസേബിൾ ആക്കി ഇടാം. പാരാമീറ്റർ നെയിംസ് എന്നുള്ളത് ഡിസേബിൾ ആക്കി ഇടാം. ഇനി
ഇവിടെ നിങ്ങൾക്ക് റൺ ചെയ്യാനുള്ള വിൻഡോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്യുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ റൺ ചെയ്യാം. അപ്പോൾ റൺ ചെയ്യേണ്ട ക്ലാസ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. എക്സാമ്പിൾ ക്ലാസ് ആണെങ്കിൽ എക്സാമ്പിൾ കൊടുക്കുക. ഫസ്റ്റ് ടൈം പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അലോ ആക്സസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം, വെൽക്കം ടു ജാവ. അത് ആദ്യത്തിൽ എന്നുള്ളതായിരുന്നു. വീണ്ടും റൺ ചെയ്യുമ്പോഴാണ് ടെസ്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. കാരണം രണ്ടിലും എൻട്രി പോയിന്റ് ഉള്ളതുകൊണ്ടാണ് അത് സ്പെസിഫിക് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഹലോ ഹൗ ആർ യു എന്നുള്ള ഔട്ട്പുട്ട് കാണാം. രണ്ടാമത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.